ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു റിവ്യൂ ആണ്. അതിന് മുമ്പേ തന്നെ ഒരു കാര്യം പറയട്ടെ, ഓണാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹാപ്പി ഓണം ആശംസകൾ നേരെയാണ്. അപ്പോൾ അജയൻ്റെ രണ്ടാം മോഷണം ARM ഈ സിനിമ കണ്ടു. അപ്പോൾ ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അജയൻ്റെ രണ്ടാം മോഷണം ജിതിൻ ലാലിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ്. ജിതിൻ ലാൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സംവിധാന സംരംഭമാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ആളെങ്കിൽ കിഡിലെ ഒരു സംവിധായകൻ തന്നെയാണ്. ഇനിയും ഇതുപോലുള്ള പടങ്ങളൊക്കെ വരട്ടെ. ടോവിനോ തോമസ്, സുരഭി ലക്ഷ്മി, പിന്നെ കൃതി ഷെട്ടി, ബേസിൽ ജോസഫ്, ജഗദീഷ്, പിന്നെ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിൽ വന്നു പോകുന്നുള്ളതാണ്. അപ്പം ശരിക്കും പറയാമെങ്കിൽ ഈ ഒരു സിനിമ ഒരു ഫാൻറ്റസി മൂഡിൽ പോകുന്നൊരു സിനിമ, ഒരു മുത്തശ്ശി കഥ, നാടോടി കഥ എന്നൊക്കെ പറയുമല്ലോ. ആ ഒരു എന്താ പറയുക, ഒരു ഫാൻറ്റസി അഡ്വഞ്ചർ ആ ഒരു പിന്നെ ജേണലിൽ പെടുത്താവുന്നൊരു സിനിമയാണ്. 3 കാലഘട്ടങ്ങളിലായിട്ടാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നതെന്നുള്ളതാണ്. പിന്നെ അപ്പോൾ 3 കഥാപാത്രങ്ങളാണ് നമ്മുടെ ടോവിനോ തോമസ് 3 കഥാപാത്രങ്ങളിലൂടെയാണ് നമുക്ക് മുന്നിൽ എത്തിക്കുന്നത്. ആ 3 കാലഘട്ടങ്ങളിലെ 3 കഥാപാത്രങ്ങളാണ്. സ്റ്റോറി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ശരിക്കും ഈ സിനിമ കാണുന്ന സമയത്ത് ഫസ്റ്റ് മുതൽ അവസാനം വരെ നമ്മൾ ആ കഥയിൽ ഇതിലങ്ങോട്ട് ലയിച്ചിരുന്നു പോകും. ഈ മുത്തശ്ശി കഥകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവല്ലോ, മുത്തശ്ശി കഥ പോലെ തന്നെയാണ് ഒരു കഥ പറയുന്ന ആ ഒരു ശൈലിയിലാണ് ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നതാണ്. അപ്പം ആ ഒരു 1990 ആ കാലഘട്ടത്തിലൊക്കെയാണ് കഥ കൂടുതലായിട്ടുള്ളത്. അജയൻ്റെ കഥയാണ് മെയിനായിട്ട് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അജയൻ്റെ രണ്ടാമത്തെ മോഷണം എന്താണെന്നുള്ളതൊക്കെ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. ആ കാലഘട്ടം കാണിച്ചത് ആർട്ട് വർക്കുകൾ രക്ഷയില്ല കേട്ടോ. 3D എടുത്തു പറയേണ്ട സംഭവമാണ് 3D. രക്ഷയില്ല മക്കളെ, 3D കാണണം. സാധാരണ മലയാള സിനിമകളിലൊന്നും ഇതുപോലുള്ള 3D സിനിമകൾ വന്നിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. കുട്ടികൾക്ക് വേണ്ടിയൊക്കെയാണ് അധികവും വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ 3D വർക്ക് പോലും ഒരു രക്ഷയില്ല. അത് സൂപ്പർ അടിപൊളിയായിട്ട് 3D വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ VFX, ഓരോ വൈഡ് ആംഗിൾ ഷോട്ടുകളും പിന്നെ ഒക്കെ VFX വർക്കുകളും ഒരു രക്ഷയില്ല. ആകെ 30 കോടി ബഡ്ജറ്റ് സിനിമയ്ക്ക് വരുന്നുള്ളൂ. ആ ഒരു പരിധികൾക്ക് ഉള്ളിൽ വെച്ചിട്ട് അവർ വളരെ മികച്ച രീതിയിൽ, എവിടെയും മുഴച്ചു നിൽക്കാത്ത രീതിയിൽ അവർ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് VFX വർക്കുകളൊക്കെ. അപ്പോൾ തന്നെ ആർട്ട് വർക്കുകൾ, പിന്നെ എന്താ പറയുക, വിഷ്വൽസ്, വൈഡ് ആംഗിൾ ഷോട്ടുകൾ, ക്യാമറ വർക്കുകൾ എല്ലാം പൊളിയായിരുന്നു തന്നെ പറയാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും രക്ഷയില്ലായിരുന്നു. പിന്നെ ക്യാമറ വർക്ക് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. ക്യാമറ വർക്കുകൾ ജോമോണ്ടി ജോണാന്ന് തോന്നുന്നു ക്യാമറ വർക്ക് ചെയ്തിട്ടുള്ളത്. സൂപ്പറായിട്ട് അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞു, BGM മ്യൂസിക്കൊക്കെ പറഞ്ഞു, ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ആക്ഷൻ, ഈ കളരി അഭ്യാസം ഉണ്ടല്ലോ മക്കളെ, ഒന്നും പറയണ്ട. ടോവിനോ തോമസ് അറിഞ്ഞ് പണിതിട്ടുണ്ട് തന്നെ പറയാം. അതുപോലെ തന്നെ ജിതിൻ ലാൽ സംവിധായകൻ, അടിപൊളി മേക്കിംഗ് ആയിരുന്നു എന്നുള്ളതാണ്. എന്തായാലും എവിടെയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കണ്ടിരിക്കാൻ എനിക്ക് ആ കഥയിൽ നമ്മളെ ലയിച്ചിരുന്നു പോകും. ഫസ്റ്റ് മുതൽ അവസാനം വരെ ആ കഥയിൽ ലയിച്ചിരുന്നു പോകുന്ന ആ രീതിയിലാണ് അവരുടെ മേക്കിംഗ് എന്നുള്ളതാണ്. ഈ ഒരു ജേണർ, അതായത് പിന്നെ ഫാൻറ്റസി അഡ്വഞ്ചർ, അതായത് ഈ ഒരു ഇതുപോലുള്ള ജേണർ ഫാൻറ്റസി അഡ്വഞ്ചർ എന്ന് പറയുന്ന ഒരു മുത്തശ്ശി കഥ പോലെ, ഒരു നാടോടി കഥ പോലെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും കണ്ടു നോക്കാവുന്നൊരു സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ജേണർ എന്നുള്ളത്, ഇതുപോലുള്ള ജേണർ എന്നുള്ളത് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടുള്ളൂ. പിന്നെ ഞാൻ പെർഫോമൻസിലേക്ക് നോക്കുന്ന എല്ലാവരും മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. സൂപ്പറായിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ടോവിനോ തോമസ് അവതരിപ്പിച്ച മണി എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിനാണ്. എമ്മാരി അയച്ച പൊന്നെ, അദ്ദേഹം ആ സ്ക്രീനിൽ അങ്ങോട്ട് വന്ന് നിൽക്കുമ്പോൾ നമുക്കങ്ങോട്ട് പേടിയാവും. പേടി മാത്രമല്ല, നമുക്കൊരു രോമാഞ്ചം കാര്യങ്ങളൊക്കെ വരും. ആ ഒരു വ്യാപാരം സൂപ്പറായിട്ടുണ്ട്. അദ്ദേഹം സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നുമല്ല, ആ രീതിയിൽ സൂപ്പറായി തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ സുരഭി ലക്ഷ്മി, കുറഞ്ഞ സമയമേ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സിനിമയിൽ 2.5 മണിക്കൂർ, സിനിമയിൽ ഏകദേശം 1.5 മണിക്കൂർ ഇല്ല എന്ന് തന്നെ പറയാൻ തോന്നുന്നു. പക്ഷേ ആ ഒരു കഥാപാത്രത്തിൻ്റെ മുഖത്ത് വരുന്ന ആ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ എന്ത് ഭംഗിയായിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ മനോഹരമായ പ്രണയമാണ്, 2 പ്രണയങ്ങൾ കാണിക്കുന്നുണ്ട്, മനോഹരമായ 2 പ്രണയങ്ങൾ കാണിക്കുന്നുണ്ട്. അതൊക്കെ വളരെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനല്ല, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല.
മികച്ചൊരു സിനിമ, മികച്ചൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തിയേറ്ററിൽ 3D തന്നെ കാണാൻ ശ്രമിക്കുക എല്ലാവരും. പിന്നെ എനിക്ക് ആകെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സിൽ ഞാൻ വേറെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പ്രതീക്ഷിച്ചു, പക്ഷെ അതൊന്നും അങ്ങോട്ട് എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാലും സിനിമ അടിപൊളി തന്നെയാണ്, നല്ലപോലെ തന്നെ ചെയ്തിട്ടുണ്ട്, എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു മാത്രമുള്ളൊരു എൻ്റെ ഒരു ഒപ്പീനിയനാണ്, എൻ്റെ ഒരു പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ചെയ്ത സംഭവമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ആ ഒരു ക്ലൈമാക്സിൽ ഞാൻ വേറെയും കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ പ്രതീക്ഷിച്ചു. ഒന്നുകൂടി ഒരു ഒന്നും കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങളെന്തായാലും സിനിമ കാണും. സൂപ്പറായിട്ടുണ്ട്, സൂപ്പറാണ്, മസ്റ്റ് വാച്ച് മൂവിയാണ്, തിയേറ്ററിൽ മസ്റ്റ് വാച്ച് മൂവിയാണ്, തിയേറ്ററിൽ തന്നെ കാണണം, അത് 3D വേർഷൻ തന്നെ കാണാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും